നമസ്കാരം. കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവും എല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോ ടൈൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്പെയിനിലെ പ്രശസ്ത ദേവാലയമാണ് ലാ സാഗ്രേഡ ഫാമിലിയ. 1882 നിർമ്മാണം ആരംഭിച്ച ഈ ദേവാലയത്തിന്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതായത് 138 വർഷമായി ഈ ദേവാലയത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു നൂറ്റാണ്ടിനുമപ്പുറം ചരിത്രം പറയാനുള്ള ഈ ദേവാലയത്തിന്റെ നിർമ്മാണം 2026 പൂർത്തിയാകും എന്നാണ് പറയപ്പെടുന്നത്. കാഴ്ചകളിലേക്ക്. ലാ സാഗ്രേഡ ഫാമിലിയ എന്ന ദേവാലയത്തിന്റെ രൂപകൽപ്പന സാധ്യമാകുന്നത് 1882 ഫ്രാൻസിസ്കോ ഡി പോളാർ ഡെൽ വില്ലാർ എന്ന വാസ്തുശില്പിയുടെ മേൽനോട്ടത്തിലായിരുന്നു ദേവാലയ നിർമ്മാണത്തിന്റെ മുന്നൊരുക്കങ്ങൾ. എന്നാൽ നിർമ്മാണം തുടങ്ങി ഒരു വർഷം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിസ്കോ വില്ലാർ നിർമ്മാണ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പിന്മാറുകയായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ആന്റണി ഗൗഡി എന്ന വാസ്തുശില്പി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ശിഷ്ടകാലം മുഴുവൻ ഈ ദേവാലയത്തിനായി നീക്കിവെച്ചുവെങ്കിലും ഈ ദേവാലയത്തിന്റെ കാൽഭാഗം മാത്രമേ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ. ഇതിന്റെ പ്രധാന കാരണമായി പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാട്ടുന്നത് ഈ ദേവാലയത്തിന്റെ അതിസങ്കീർണമായ ഗോതിക് രീതിയിലുള്ള നിർമ്മാണ ശൈലിയാണ്. ഭരണകൂടത്തിന്റെയോ രാജകുടുംബത്തിന്റെയോ സഹകരണങ്ങളില്ലാതെ വിശ്വാസികൾ നൽകിയിരുന്ന പണം കൊണ്ട് മാത്രമാണ് ആദ്യകാലം മുതലേ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ടു പോയിരുന്നത്. ഇതും നിർമ്മാണം മന്ദഗതിയിലാവാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. 1936 സ്പാനിഷ് ആഭ്യന്തര കലാപത്തെ തുടർന്ന് കലാപകാരികൾ ഈ ദേവാലയത്തിലേക്ക് ഇരച്ചു കയറുകയും തുടർന്ന് ദേവാലയ നിർമ്മിതിക്കായി അവിടെ കരുതിവെച്ച രൂപരേഖയും പ്ലാസ്റ്റർ കൊണ്ട് നിർമ്മിച്ച ദേവാലയത്തിന്റെ ചെറുരൂപവും എല്ലാം അഗ്നിക്കിരയാക്കി. പിന്നീട് നീണ്ട 16 വർഷത്തെ അധ്വാനത്തിന് ശേഷമാണ് ഈ രൂപരേഖ പുനർനിർമ്മിക്കുവാൻ സാധിച്ചത്. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം 1952 ദേവാലയത്തിന്റെ നിർമ്മാണം വീണ്ടും ആരംഭിക്കുകയുണ്ടായി. ഈ ദേവാലയ നിർമ്മിതിയുടെ ഏറ്റവും ദുഷ്കരമായ നിർമ്മാണ ഘട്ടമെന്ന് പറയുന്നത് 10 ഗോപുരങ്ങളുടെ നിർമ്മാണമാണ്. ഇത് ബൈബിളിലെ 10 കൽപ്പനകളെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കമ്പ്യൂട്ടർ, ഫോൺ, ഡിസൈനർ സോഫ്റ്റ്വെയർസ്, മറ്റ് വിവരവിനിമയ വിദ്യകളിൽ വന്ന മുന്നേറ്റം നിർമ്മാണ പ്രവർത്തനങ്ങളെ ദ്രുതഗതിയിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ലാ സാഗ്രേഡ ഫാമിലിയ ദേവാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാർ പറയുന്നത് 2026 ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാവും എന്നാണ്. എന്നാൽ അതേ വർഷമാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ആന്റണി ഗൗഡി എന്ന മഹാശില്പിയുടെ 100ാം ചരമവാർഷികം വരുന്നത്. ഏകദേശം 30 ലക്ഷം തീർത്ഥാടകരാണ് പ്രതിവർഷം ഇവിടെ സന്ദർശിച്ച് മടങ്ങുന്നത്.
2026 ആകുന്നതോടുകൂടി 144 വർഷമെടുത്ത് പണി പൂർത്തിയാക്കിയ ലാസാഗ്രേഡ ഫാമിലിയ എന്ന ദേവാലയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോമൻ കാത്തലിക് ദേവാലയമായി മാറും. യൂറോപ്പ്, ഏഷ്യ വൻകരകളിൽ പെടുന്ന മധ്യധാരണാഴി പ്രദേശത്താണ് ലാവണ്ടർ ചെടികൾ കൂടുതലായും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ മെഡിറ്ററേനിയൻ പുഷ്പമായി ലാവണ്ടർ അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് സാഹചര്യത്തിന് അനുയോജ്യമായ ഒരു പാരമ്പര്യ ചെടിയാണിത്. എന്നാൽ ഫ്രാൻസിലെ തിളങ്ങി നിൽക്കുന്ന നീലാകാശത്തിന് താഴെ നിറഞ്ഞു നിൽക്കുന്ന ലാവണ്ടർ തോട്ടം ഏവരെയും അതിശയിപ്പിക്കുന്ന ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. കാണാം ഫ്രാൻസിലെ ലാവണ്ടർ തോട്ടം എന്ന വിസ്മയം. ഫ്രാൻസിന്റെ തെക്കുകിഴക്കൻ പ്രൊവിൻസിന്റെ പ്രദേശം ലാവൻഡർ ഫീൽഡുകളാൽ നിറഞ്ഞതാണ്. ജൂൺ പകുതിയോടെ പ്രൊവിൻസിൽ വിരിഞ്ഞു തുടങ്ങുന്ന ഒരു വേനൽക്കാല പുഷ്പമാണ് ലാവൻഡർ. ഫ്രാൻസിലെ ഈ ലാവൻഡർ പാടങ്ങൾ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ്. വിശാലമായ ഈ ലാവൻഡർ തോട്ടത്തിന്റെ വിളവെടുപ്പ് സാധാരണയായി ജൂലൈ അവസാനത്തിനും സെപ്റ്റംബർ ആദ്യവുമാണ് നടക്കുന്നത്. ജൂൺ അവസാനം മുതൽ ഓഗസ്റ്റ് വരെയുള്ള വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളെ വിസ്മയാഭരിതമാക്കുന്ന ഒന്നാണ് ഫ്രാൻസിലെ ലാവൻഡർ തോട്ടങ്ങൾ. ഇവ കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം സൂര്യോദയത്തിലോ സൂര്യാസ്തമയത്തിലോ ആണ്. ഫ്രാൻസിലെ വലൻസോളിൽ എന്ന പ്രദേശത്താണ് ലാവൻഡർ തോട്ടങ്ങളുടെ ഈ സ്വർഗീയ അനുഭൂതി കാണാൻ സാധിക്കുക. ഇവിടെ ഒന്നിലധികം ലാവൻഡർ ഫീൽഡുകളും സജീവമാണ്. തിളങ്ങി നിൽക്കുന്ന നീലാകാശത്തിന് താഴെ സ്വർഗീയ സുഗന്ധം പരത്തി പടർന്നു കിടക്കുന്ന ലാവൻഡർ പാടങ്ങൾക്ക് 300 ചതുരശ്ര മൈൽ വിസ്തൃതിയുണ്ട്. ലാവൻഡർ പാടങ്ങളുടെ സമീപ പ്രദേശത്ത് മിതമായ നിരക്കിൽ വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും അവ വളരെ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും കാഴ്ചക്കാരുടെ മനസ്സിന് കുളിർമയേകുകയും ചെയ്യുന്നു. ഈ ലാവൻഡർ പാടങ്ങളോടനുബന്ധിച്ച് ഫാമുകളും ഡിസ്റ്റിലറികളും പ്രവർത്തനം നടത്തിവരുന്നു. ഇതിലെ ജീവനക്കാർ എല്ലാം തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ, സ്പ്രേ, സോപ്പ് എന്നിവ പോലുള്ള സ്വന്തം പ്രൊവിൻസ് ലാവൻഡർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ലാവൻസി, ലാവൻറ്റീൻ എന്നിങ്ങനെ 2 തരം ലാവൻഡർ പുഷ്പങ്ങൾ ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നു. ഉൽപാദനത്തിന്റെ 90% ലാവൻറ്റീൻ ഇനത്തിലുള്ളവയാണ്. ഇവ സോപ്പുകളുടെയും ഡിറ്റർജന്റുകളുടെയും ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നു. സുഗന്ധമുള്ള വിവിധ തരം എണ്ണകൾക്ക് വേണ്ടിയാണ് ലാവൻസി കൂടുതലായും കൃഷി ചെയ്യുന്നത്. ആകർഷകമായ ഈ ലാവൻഡർ പാടങ്ങളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് ചൂടുള്ള വായു ബലൂണുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ആകാശം. ചൂടുള്ള വായു ബലൂൺ എല്ലാ ദിവസവും കാണാൻ സാധിക്കില്ല. കാരണം അത് കാഴ്ചക്കാരുടെ ആവശ്യത്തെയും കാറ്റിനെയും ആശ്രയിച്ചിരിക്കുന്നു. കണ്ണുകൾക്ക് ആശ്ചര്യവും ആനന്ദവുമേകുന്ന ആ പ്രശംസാതീതമായ കാഴ്ച അനുഭവിക്കാൻ സൂര്യോദയ സമയത്താണ് ലാവൻഡർ വയലുകളിൽ കാഴ്ചക്കാർ എത്തുന്നത്. ഈ ഭംഗിയേറിയ വയലുകൾ ആസ്വദിക്കാനെത്തുന്ന സന്ദർശകരെ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു മിഴിവുറ്റതായ ദൃശ്യമാണ് സൂര്യകാന്തി പാടങ്ങൾ. ഉയരമുള്ള സൂര്യകാന്തി പൂക്കൾക്കൊപ്പം വിരിഞ്ഞു നിൽക്കുന്ന ലാവൻഡറിന്റെ മോഹിപ്പിക്കുന്ന സൗന്ദര്യം പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കാനെത്തുന്ന ചരിത്രകാരന്മാരെ ആകർഷിക്കുന്നതിൽ അതിശയിക്കാനില്ല. ഭംഗിയേറിയ ഈ ലാവൻഡർ പാടങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റവും മികച്ചതും ആരെയും മോഹിപ്പിക്കുന്നതുമായ ആകർഷണങ്ങളിൽ ഒന്നാണ്. കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന COVID-19 രോഗം തടയുന്നതിന് പലവിധ പ്രതിരോധ മാർഗങ്ങളുടെ പിന്നാലെയാണ് ലോകം. അങ്ങനെയുള്ള ഈ കോവിഡ് കാലം നമുക്ക് നൽകിയ പുതിയ ശീലമാണ് ഫേസ് മാസ്ക്. കൊറോണ വൈറസിനെ പേടിച്ച് ഇപ്പോൾ ഭൂരിഭാഗം പേരും മാസ്ക് ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ അതിൽ നിന്നു തന്നെ രോഗം വരാം. മാത്രവുമല്ല, ആരോഗ്യ പ്രവർത്തകർ കൂടുതലായും നിർദ്ദേശിക്കുന്നത് N95 മാസ്കുകളാണ്. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നതും ഇതുതന്നെ. എന്നാൽ മാസ്കിനുള്ളിൽ തന്നെ ഫിൽട്ടറുകൾ ഘടിപ്പിച്ചുകൊണ്ട് ഏകദേശം 2 മാസം വരെ ഉപയോഗിക്കാവുന്ന 100% അണുവിമുക്തം എന്നത് ഉറപ്പു നൽകുന്ന അറ്റ്മോ ബ്ലൂ മാസ്കുകൾ ഇപ്പോൾ വിപണിയിൽ സജീവമാണ്. കൂടുതൽ അറിവുകളിലേക്ക്.
കൊറോണ വൈറസ് എന്ന മാരകമായ പകർച്ചവ്യാധി ഇന്ന് ലോകത്തുടനീളം വലിയ തോതിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ N95 മാസ്കുകൾ ആണ് വിപണിയിൽ സജീവം. ഡിമാൻഡ് കാരണം യഥാർത്ഥ വിലയേക്കാൾ 2 മടങ്ങ് വരെ വില കൂട്ടി വിൽക്കുന്ന പല മെഡിക്കൽ ഷോപ്പുകളും ഇന്ന് വാർത്തകളിലൂടെ നാം കണ്ടുകഴിഞ്ഞു. എന്നാൽ വായുവിന്റെ ഗുണനിലവാരം വേഗത്തിലും എളുപ്പത്തിലും പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായി എത്തുകയാണ് അറ്റ്മോ ബ്ലൂ എന്ന മാസ്ക്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും ഉയർന്ന അളവിൽ വായു ആവശ്യമുള്ള അത്ലറ്റുകൾക്കുമായി വിഷവാതക കണികകളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുമുള്ള മാസ്ക് ആയിട്ടാണ് അറ്റ്മോ ബ്ലൂ രൂപകൽപ്പന ചെയ്തത്. അറ്റ്മോ ബ്ലൂ മാസ്കിന്റെ ഏറ്റവും പ്രധാനവുമായ സവിശേഷത കാര്യക്ഷമവും മാറ്റിസ്ഥാപിക്കാവുന്നതുമായ H13 ഹെപ്പ ഫിൽറ്ററുകളാണ്. ഓരോ ഹെപ്പ ഫിൽറ്ററും മാറ്റിസ്ഥാപിക്കുന്നതിന് മുൻപ് ഏകദേശം 2 മാസം വരെ ഉപയോഗിക്കുവാൻ സാധിക്കും. അറ്റ്മോ ബ്ലൂ സുരക്ഷിതമാണ്, പ്രായോഗികമാണ്, പലതവണ ഉപയോഗിക്കാവുന്നതും ക്ലിനിക്കൽ ഫേസ് മാസ്കുകളെക്കാൾ തണുപ്പ് അനുഭവപ്പെടുന്നവയുമാണ്. വ്യാവസായിക നിലവാരത്തിലുള്ളതും മാറ്റിസ്ഥാപിക്കാവുന്നതുമായ ഫിൽട്ടറുകൾ ഉപയോഗിക്കുന്ന ഒരു വായു ശുദ്ധീകരണ സംവിധാനത്തിലൂടെ 99.98% വായു കണങ്ങളെയും തടയുന്ന ലോകത്തിലെ ആദ്യത്തെ എയർ പ്യൂരിഫയർ മാസ്കാണ് അറ്റ്മോ ബ്ലൂ. പുറത്തിറക്കിയതിന് ശേഷം പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഈ അറ്റ്മോ ബ്ലൂ മാസ്കിന് ഇപ്പോൾ ഒരുപാട് അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ലഭിക്കുകയുണ്ടായി. ഭാരം കുറഞ്ഞ ഡെർമറ്റോളജിക്കലി ഫ്രണ്ട്ലി സിലിക്കോണിൽ നിന്നാണ് അറ്റ്മോ ബ്ലൂവിൻ്റെ കോമ്പാക്റ്റ് കേസിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് നല്ല വായു പുറപ്പെടുവിക്കുകയും മോശം വായു അകറ്റുകയും ചെയ്യുന്നു. വായുവിൻ്റെ നിരന്തരമായ ഒഴുക്ക് നിങ്ങളുടെ മാസ്കിനുള്ളിൽ വരണ്ട ശ്വസനാന്തരീക്ഷം നൽകുന്നു. ഇത് ഉപഭോക്താക്കളെ ശുദ്ധവും നനവില്ലാത്തതും സുഖകരവുമായ ശ്വസന പ്രക്രിയയിലേക്ക് നയിക്കുന്നു. ഒരു പതിറ്റാണ്ട് എന്നൊക്കെയുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ കാലയളവാണ്. എന്നാൽ പ്രപഞ്ചത്തിലെ സംഭവ വികാസങ്ങൾക്ക് അത് തീരെ ചെറിയ കാലയളവ്. സൗരയൂഥത്തിന്റെ ഊർജ കേന്ദ്രമാണ് സൂര്യൻ. അങ്ങനെയുള്ള സൂര്യന്റെ 11 വർഷം എങ്ങനെയുള്ളതായിരിക്കും? നാസയുടെ സോളാർ ഡൈനാമിക് ഒബ്സർവേറ്ററി പകർത്തിയ സൂര്യന്റെ 11 വർഷത്തെ ദൃശ്യങ്ങൾ ചേർത്ത് വെച്ച വീഡിയോയാണ് നാസ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൂടുതൽ അറിവുകളിലേക്ക്. വർഷത്തെ ചിത്രങ്ങൾ ചേർത്തുവെച്ച വീഡിയോയ്ക്ക് 1 മണിക്കൂറോളമാണ് ദൈർഘ്യം. സൂര്യൻ്റെ ഇത്രയും കാലത്തെ ചാക്രിക പ്രവർത്തനങ്ങൾ ഭൂമിയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് പഠിക്കാൻ ഇതിലൂടെ ശാസ്ത്രജ്ഞരെ സഹായിക്കുക എന്നതാണ് നാസയുടെ ലക്ഷ്യം. സൗരപ്രവർത്തനങ്ങളുടെ ഉയർച്ച താഴ്ചകൾ ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യൻ്റെ ചിത്രങ്ങൾ ഓരോ സെക്കൻഡിലും എടുക്കുന്ന സംവിധാനമാണ് നാസയുടെ സോളാർ ഡൈനാമിക് ഒബ്സർവേറ്ററിക്കുള്ളത്. ഇതുകൂടാതെ അറ്റ്മോസ്ഫിയറിക് ഇമേജിംഗ് അസംബ്ലി എന്ന ഉപകരണം വഴി ഓരോ 12 സെക്കൻഡിലും 10-10 എന്ന വേവ് ലെങ്തിൽ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി സൂര്യൻ്റെ ചിത്രം പകർത്തുന്നുണ്ട്. നാസ പുറത്തുവിട്ട ഈ വീഡിയോയിലെ ഓരോ ഫോട്ടോയും ഓരോ മണിക്കൂറിലെയും സൂര്യൻ്റെ ദൃശ്യങ്ങളാണ്. ഹൈ റെസൊല്യൂഷനിൽ ഉള്ളതാണ് സോളാർ ഡൈനാമിക് ഒബ്സർവേറ്ററി പകർത്തിയ സൂര്യൻ്റെ ഓരോ ചിത്രവും. ലാൻസ് ലിയോൺ ഹാർഡ് സംവിധാനം നിർവഹിച്ച സോളാർ ഒബ്സർവർ എന്ന സംഗീതമാണ് വീഡിയോയ്ക്ക് പശ്ചാത്തലമൊരുക്കുന്നത്. സൂര്യൻ്റെ ഒരു പതിറ്റാണ്ട്, എ ഡെക്കേഡ് ഓഫ് സൺ എന്ന പേരിലാണ് ജൂൺ 24-ന് നാസ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 14 ലക്ഷത്തിലധികം പേർ ഇതിനോടകം കണ്ടുകഴിഞ്ഞു. ബഹിരാകാശ പേടകത്തിനും സൂര്യനും ഇടയിൽ ഭൂമിയോ ചന്ദ്രനോ SDOയെ മറികടക്കുമ്പോൾ സംഭവിച്ചതാണ് വീഡിയോയിലെ ഇരുണ്ട ഫ്രെയിമുകളെന്ന് നാസ വിശദീകരിച്ചു. ഇരുട്ടിൽ തെളിയുന്ന പ്രകൃതിയിലെ ഇലുമിനേഷൻ ലൈറ്റിംഗ് നൽകുന്ന സന്തോഷം ഏറെ വലുതാണ്. അത്തരത്തിൽ ഇരുട്ട് നിറഞ്ഞ ഗുഹയിലൂടെയുള്ള യാത്രയിൽ ഒരു മാന്ത്രിക ലോകം മുൻപിൽ തെളിയുക എന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിസ്മയാവഹമായ ഒന്നാണ്.
എന്നാൽ കേട്ടോളൂ, ന്യൂസിലൻഡിലെ നോർത്ത് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയിലൂടെ യാത്ര ചെയ്താൽ കൺമുൻപിൽ തെളിയുന്ന വർണ്ണാഭമായ കാഴ്ച ഏവരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. തിളക്കമുള്ള ഒരു പ്രത്യേകതരം പുഴുവാണ് ഈ പ്രകാശ പ്രതിഭാസത്തിന് പിന്നിൽ എന്നതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. കാണാം അത്ഭുതകരമായ ആ പ്രകാശധാര. ന്യൂസിലാൻഡിലെ നോർത്ത് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗുഹയാണ് വൈപ്പു ഗുഹകൾ. വൈപ്പു ഗുഹയിലൂടെയുള്ള സഞ്ചാരം ഒരു മാന്ത്രിക ലോകത്തുകൂടി സഞ്ചരിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പറയുന്നത്. അത്രമാത്രം അത്ഭുതകരമായ കാഴ്ചകളാൽ സമ്പന്നമാണ് നോർത്ത് ദ്വീപിലെ വൈപ്പു ഗുഹകൾ. ഇവിടുത്തെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് തിളങ്ങുന്ന വിരകൾ അഥവാ അരാക്നോകാംബ് ലൂമിനോസ് എന്ന് പറയുന്ന പ്രകൃതിദത്ത അത്ഭുത പ്രതിഭാസമാണ്. ന്യൂസിലാൻഡിലെയും ഓസ്ട്രേലിയയിലെയും ഗുഹകളിൽ മാത്രം വസിക്കുന്ന ഒരു പ്രത്യേകതരം ബയോലൂമിനൻ്റ് പ്രാണികളാണ് ഇവ. എന്നാൽ ഇവിടെ കാണുന്ന ചില മുതിർന്ന വിരകൾ കൊതുകുകൾക്ക് സമാനമാണെന്ന് പറയപ്പെടുന്നു. ലാർവ സിൽക്കിൽ നിന്ന് ചെറിയ സ്റ്റിക്കി ഡ്രോപ്പുകൾ ഉപയോഗിച്ച് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. ഇവ ത്രെഡുകളിലേക്ക് ഇരയെ ആകർഷിക്കാൻ തിളങ്ങുന്നു. കൂടുതൽ തിളക്കം അവയുടെ കൂടുതലായുള്ള വിശപ്പിനെ സൂചിപ്പിക്കുന്നു എന്നാണ് നിഗമനം. മുതിർന്നവരും ലാർവകളും അടിവയറ്റിലെ പ്രത്യേക അവയവങ്ങളിൽ ബയോലൂമിസെൻസ് എന്ന പ്രക്രിയയിലൂടെയാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. ലാർവകളും മുതിർന്ന പെൺപുഴുക്കളും മാത്രമേ തിളങ്ങുകയുള്ളൂ. വൈപ്പു ഗുഹകൾ ശരിക്കും ഒരു ഗാലക്സി തന്നെയാണ്. ഗുഹയിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്തിച്ചേരുന്ന ആദ്യ അറയിൽ തന്നെ ധാരാളം തിളക്കമുള്ള പുഴുക്കളുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന ഓരോ സഞ്ചാരിയും ആദ്യം ചെയ്യുന്നത് കയ്യിൽ കരുതിയിരിക്കുന്ന പ്രകാശം ഓഫ് ചെയ്യുന്നു എന്നതാണ്. മികച്ച ദൃശ്യവിസ്മയം നേടുന്നതിന് വേണ്ടിയാണ് കാഴ്ചക്കാർ ഇത്തരത്തിൽ പശ്ചാത്തലത്തെ ഇരുട്ടാക്കുന്നത്. രണ്ടാമത്തെ അറയിൽ ആദ്യത്തേതിലും തിളക്കം കൂടിയ വിരകളെയാണ് കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ അറയിലേക്ക് തുടരുകയാണെങ്കിൽ കാൽമുട്ടിനു മുകളിൽ വരെ വെള്ളമുണ്ടെങ്കിലും അവിടെ രണ്ട് അറകളിലും കണ്ട അത്രയും അധികം ലാർവകളെ കാണാൻ സാധിക്കില്ല. രസകരവും കൗതുകകരവുമായ ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഏകദേശം 3.2 ദശലക്ഷം സഞ്ചാരികൾ ഈ മനോഹരമായ പ്രകൃതിദത്ത ലൈറ്റുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രതിവർഷം ന്യൂസിലാൻഡിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ ചെറിയ പുഴുക്കളുടെ മാന്ത്രികത കാണുന്നതിന് ബോട്ട് സവാരികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ വേം ഗുഹ കാണാൻ എത്തുന്നവർ പാലിക്കേണ്ട ചില നിയമങ്ങളുമുണ്ട്. അവ ലളിതവുമാണ്. ചുണ്ണാമ്പ് കല്ലുകളിൽ തൊടാൻ പാടില്ല. ഫ്ലാഷും സൗണ്ടും ഓഫ് ചെയ്തു മാത്രം വേണം ഫോട്ടോ എടുക്കാൻ. തിളങ്ങുന്ന പുഴുക്കൾക്ക് നേരിയ മിന്നലും വലിയ ശബ്ദവുമുണ്ടായാൽ തിളങ്ങാൻ പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അതിനാലാണ് ഈ നിയമങ്ങൾ ഗുഹയ്ക്കുള്ളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രകളെയും അത്ഭുത കാഴ്ചകളെയും സ്നേഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ അത്ഭുത പ്രതിഭാസം. ഒരു ഭൂഗർഭ ഗുഹയിലാണോ അതോ ബഹിരാകാശത്തെ നക്ഷത്ര സംവിധാനത്തിലൂടെ സഞ്ചരിക്കുകയാണോ എന്ന് തോന്നും വിധം മാസ്മരികമായ കാഴ്ചയുടെ വർണ്ണാഭമായ വിരുന്നൊരുക്കുകയാണ് നീലപ്രകാശത്താൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഈ ഗുഹ.
ഇൻഫോടൈൽസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.